ഓൾ വെൽക്കം ടു ബിനൂസ് ബിരിയാണി ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് വീട്ടിൽ കോമൺ ആയിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ. ചെറിയൊരു സംഭാഷണം നമ്മുടെ വീടിന്റെ അകത്ത് തന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാ. ഓക്കെ, ഇപ്പൊ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് പറയാണ്, ഈ നമ്മൾ എന്ന് പറയുമ്പോ നിങ്ങളിൽ ആരെങ്കിലും ഒരാളാക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ, അത്ര ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമ്മളോട് പറയാണ്, എന്നെ നാളെ നേരത്തെ വിളിക്കണം, എന്നെ നാളെ നേരത്തെ വിളിക്കണം എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്, അതാണ് റീസൺ. അപ്പൊ എന്നെ നാളെ നേരത്തെ വിളിക്കണം എന്ന് പറയുന്നതിന് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയണേന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ്? കൽ മുജെ ജൽദി ബുലാന ഹെ. നാളെ എന്നെ നേരത്തെ വിളിക്കണം. കൽ മുജെ ജൽദി ബുലാന ഹെ. ഇവിടെ കൽ മുജെന്നോ മുജെ കല്ലെന്നോ മാറിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നാളെ എന്നെ എന്നും പറയാം, അല്ലെങ്കിൽ എന്നെ നാളെ എന്നും പറയാം അല്ലെ. നാളെ എന്നെ നേരത്തെ വിളിക്കണം, എന്നെ നാളെ നേരത്തെ വിളിക്കണം. അപ്പൊ അങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ മാറിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കൽ മുജെ ജൽദി ബുലാന ഹെ. ഇനിയിപ്പൊ ഈ ജൽദി എന്നുള്ള വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. എന്താണെന്നറിയോ? വേഗം എന്ന് പറയാം. ഇപ്പൊ വേഗം വാ എങ്ങനെ പറയാ? ജൽദി ആവോ. അവിടെ വേഗം വാ എന്ന് നമ്മൾ പറയുന്നത് ആ സ്പീഡിൽ വരാനാ ഉദ്ദേശിക്കുന്നത് അല്ലെ. ജൽദിയാ എന്ന് പറയുന്ന ജൽദി ആവോ. അതുപോലെ തന്നെ അല്ലാണ്ട് നേരത്തെ വാ എന്ന് പറയുന്നതല്ലല്ലോ. പക്ഷെ മറ്റൊരു സിറ്റുവേഷനിൽ നേരത്തെ വരണം എന്നാണ് പറയണെങ്കിൽ അവിടെയും ജൽദി ആനാ ഹെ. എനിക്കിന്ന് നേരത്തെ പോകണം, നമ്മൾ ഓഫീസിൽ പറയല്ലേ, എനിക്കിന്ന് നേരത്തെ പോകണം. അവിടെ എന്താണ്? ആജ് മുജെ ജൽദി ജാനാ ഹെ എന്നാ പറയാ. ആജ് മുജെ ജൽദി ജാനാ ഹെ. അതല്ല നീ വേഗം പോ എന്ന് പറയണോടത്ത് നീ നേരത്തെ പോ എന്നല്ല അവിടെ ആ ഒരു സിറ്റുവേഷൻ വരുന്നത് അല്ലെ. വേഗം പോ ബസ് ഇപ്പൊ പോവും എന്നല്ലേ പറയുന്നത്. അങ്ങനെ പറയുമ്പോ ജൽദി ജാവോ. ക്ലിയർ ആയോ? ഈ രണ്ട് അർത്ഥത്തിലും നമ്മൾ ഈ ജൽദി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നു, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു വാക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, നാളെ എന്നെ നേരത്തെ വിളിക്കണം. കൽ മുജെ ജൽദി ബുലാനാഹെ എന്ന് പറഞ്ഞു. ഈ ബുലാനാഹെ എന്ന് പറയുന്നത് ചുമ്മാ വിളിക്കണം എന്ന് പറയുന്നതാ. ഇപ്പൊ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിനെ എഴുന്നേൽപ്പിക്കണം അല്ലെ, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. നാളെ എന്നെ നേരത്തെ വിളിക്കണം. അവിടെ നമ്മൾ പറയണത് ജഗാനാഹെ എന്നുള്ള വേർഡാണ്. ക്ലിയർ ആവുന്നുണ്ടോ? പക്ഷെ കോമൺ ആയിട്ട് ഇപ്പൊ നോർമലി സംസാരിക്കുന്ന ഹിന്ദിക്കാരൊക്കെ ഇപ്പൊ ജൽദി ബുലാനാഹെ എന്നേ പറയുള്ളൂ. വിളിക്കണം, ആ ബുലാന എന്നുള്ള വേർഡിന് വിളിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. പക്ഷെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കുക എന്നുള്ള അർത്ഥം വരുന്നത് ജഗാന എന്നാണ്. അപ്പൊ നിങ്ങൾ എന്താ പറയണ്ടേ? കൽ മുജെ ജൽദി ജഗാന ഹെ എന്ന് പറഞ്ഞാൽ മതി. അതാണ് അതിന്റെ റിയൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സെന്റൻസ് കേട്ടോ. അപ്പൊ ബുലാന ഹെ എന്ന് പറയുമ്പോഴും മനസ്സിലാവുമെങ്കിലും ആ ജഗാന ഹെ എന്നുള്ള വേർഡ് യൂസ് ചെയ്താൽ നല്ലതാ. ഓക്കെ, കൽ മുജെ ജൽദി ജഗാന ഹെ. നാളെ എന്നെ നേരത്തെ എഴുന്നേൽപ്പിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഓരോ വെർബിന്റെ ഇപ്പൊ പോകണം, വരണം, എഴുന്നേൽപ്പിക്കണം, വിളിക്കണം, ഇതിലൊക്കെ എന്താണ് നം എന്നുള്ള ഒരു കോമൺ ഒരു വേർഡ് ഉണ്ട് അല്ലെ അതില്. അത് പറയാനായിട്ട് വളരെ ഈസിയാണ്. ആ ഒരു വെർബിന്റെ കൂടെ ഹേ പ്രയോഗിച്ചാൽ മതി. ബുലാന വിളിക്കുക, ബുലാന ഹേ വിളിക്കണം. ജഗാന എഴുന്നേൽപ്പിക്കുക, ജഗാന ഹേ എഴുന്നേൽപ്പിക്കണം. ആന വരിക, ആന ഹേ വരണം. ജാന പോവുക, ജാന ഹേ പോകണം. ക്ലിയർ ആയോ? ആ വെർബിന്റെ കൂടെ ഹേ വെച്ച് കഴിഞ്ഞാൽ എന്തായി? നം എന്നുള്ള ആ ഒരു രൂപം കിട്ടി, അത്രേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? എന്നിട്ട് പറയാണ്, ഞാൻ ഉറങ്ങാൻ പോവാ, ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്ന് പറയുന്നത് മേ സോനെ ജാരാവും. ഞാൻ ഉറങ്ങാൻ പോവാ എന്ന് പറയുന്നതാ. അതല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു, എങ്ങനെ ഹിന്ദിയിൽ പറയാ? എനിക്ക് ഉറക്കം വരുന്നു. മുജെ നീന്ത് ആ രഹി ഹെ, മുജെ നീന്ത് ആ രഹി ഹെ എന്നാണ് എല്ലാരും പറയാ സെന്റൻസ് കേട്ടോ. എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയാം. മുജെ നീന്ത് ആ രഹി ഹെ. ഓക്കെ, അപ്പൊ ആ കേട്ട വ്യക്തി ചോദിക്കുക, നാളെ എന്താ നേരത്തെ പോകുന്നത്? നാളെ എന്തിനാണ് നേരത്തെ പോകുന്നത്? അതെങ്ങനെ ചോദിക്കുക? നാളെ അല്ലെ, കൽ. എന്തിന്? ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ക്യൂ. ഓക്കെ, ജൽദി ജാ രഹേ ഹോ, നേരത്തെ പോകുന്നത് എന്ന് ചോദിക്കുന്ന. ആപ് ക്യൂം കൽ ജൽദി ജാ രഹേ ഹോ, താങ്കൾ എന്തിനാണ് നാളെ നേരത്തെ പോകുന്നത്? അപ്പൊ ആള് പറയാണ്, എനിക്കൊരു സ്ഥലം വരെ പോകണം. എനിക്ക് ഒരു സ്ഥലം വരെ, നമ്മൾ നോർമൽ അങ്ങനെ പറയല്ലേ, എനിക്കൊരു സ്ഥലം വരെ പോകണം എന്നാണ് പറയണെങ്കിൽ മുജേക്ക് ജഗഹ് തക് ജാനാ ഹെ. ജഗഹ് എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, മുജെ ഏക് ജഗഹ് തക് ജാനാ ഹെ, ഒരു സ്ഥലം വരെ. തക്ക് എന്ന് പറഞ്ഞാൽ വരെ, അത്രേ ഉള്ളൂ കേട്ടോ. പോണം എന്ന് പറയുന്നതാണ്. ഓക്കെ, അതല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് പോണം എന്ന് പറയത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഓഫീസ് ജാനേ സെ പെഹലെ, ഓഫീസിൽ പോകുന്നതിന് മുമ്പ്. ഓഫീസ് ഇവിടെ ഓഫീസ് മേ ജാനേ സെ പെഹലെ എന്നും പറയാട്ടോ. ആ മേം പറഞ്ഞില്ലെങ്കിലും ഷോർട്ട് ആയിട്ട് ഇങ്ങനെ പറയാം.
ഓഫീസ് ജാനെ സെ പെഹലെ ഹെഡ് ഓഫീസ് ജാനാ ഹെ. ക്ലിയർ ആയോ? ഓഫീസ് ജാനെ സെ പെഹലെ ഹെഡ് ഓഫീസ് ജാനാ ഹെ. ഓഫീസിലോട്ട് പോകുന്നതിന് മുമ്പ് ഹെഡ് ഓഫീസിലോട്ട് പോകണം. ഇനി അതുപോലെ ഇപ്പൊ വേറൊരു സ്ഥലമാണ് പറഞ്ഞെങ്കിൽ, ഇപ്പൊ ഇതൊന്നും നമുക്ക് അറിയില്ല, വേറൊരു സ്ഥലം പറഞ്ഞു, എനിക്ക് അവിടെ വരെ പോകണം. അപ്പൊ നമുക്ക് കേട്ടപ്പോ മനസ്സിലായില്ല, ആ സ്ഥലം എവിടെയാ എന്ന് നമ്മൾ ചോദിക്കത്തില്ല. പല സിറ്റുവേഷനിലും ചോദിക്കല്ലേ, ആ സ്ഥലം എവിടെയാ എങ്ങനെ ചോദിക്കുക? വോ ജഗ കഹാപ്പർ ഹെ അല്ലെങ്കിൽ കഹാ ഹെ, ആ സ്ഥലം എവിടെയാണ്. ഇവിടെ കഹാപ്പർ ഹെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ചോദിക്കുക കേട്ടോ. വോ ജഗ കഹാപ്പർ ഹെ, ആ സ്ഥലം എവിടെയാണ് എന്ന് ചോദിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? കുറെ സെന്റൻസുകൾ ഞാൻ ഇങ്ങനെ പറയുന്നതാണ്, പല സിറ്റുവേഷനിലുള്ള സെന്റൻസുകളൊക്കെ തന്നെയാണ്. പക്ഷെ അതിനൊരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഇത് എവിടേക്കോ കിടക്കുന്ന കുറെ സെന്റൻസുകൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു പോകുന്നത് മാത്രം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് നേരത്തെ പോകുന്ന ആളോട് നമ്മൾ ചോദിക്കല്ലേ, നേരത്തെ വരുമോ, ഇന്ന് നേരത്തെ വരുമോ എന്ന് ചോദിക്കത്തില്ല. ആജ് ജൽദി ആവോഗേ ക്യാ, ആജ് ജൽദി ആവോഗേ ക്യാ, ഇന്ന് നേരത്തെ വരുമോ എന്ന് ചോദിക്കുന്ന. അപ്പൊ ആ വ്യക്തി പറയാണ്, ഇല്ല സമയത്തേ വരൂ, നോർമൽ ടൈമിലേ വരൂ എന്ന് പറയാണ്. നഹി സമയ പർ ഹി ആവൂങ്ക, അവിടെ ഹി ഉണ്ട്, അത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് പറയണം കേട്ടോ. സമയ പർ ആവൂങ്ക, അവിടെ ആ ഹി കേൾക്കത്തില്ല, എന്നാലും അവിടെ ഒരു ഹി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്തേ വരൂ എന്ന് പറയുന്നതാ. സമയ പർ ഹി ആവൂങ്ക, സമയ പർ ആവൂങ്ക, സമയത്തേ വരൂ. ഓക്കെ, അപ്പൊ ആള് പറയാട്ടോ, വീട്ടിൽ ആരാണോ ആ വ്യക്തി പറയാണ്, വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം, എന്തുവാണ്, പച്ചക്കറിയോ മീനോ മുട്ടയോ മെഡിസിനോ എന്തും ആയിക്കോട്ടെ വാങ്ങിയിട്ട് വരണം എന്ന് പറയത്തില്ല. അപ്പൊ ആത്തേ വക്ത്, വരുന്ന സമയത്ത്, വക്ത് എന്ന് പറഞ്ഞ സമയം, ആത്തേ വക്ത് തൊടി സബ്ജി ലേക്കർ ആനാ ഹെ, എന്താണ് സബ്ജി എന്ന് പറഞ്ഞ വെജിറ്റബിൾ. ആത്തേ വക്ത് തൊടി സബ്ജി ലേക്കർ ആനാ ഹെ, വരുന്ന സമയത്ത് കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ട് വരണം എന്ന് പറയുന്ന. ഇവിടെ പച്ചക്കറി അല്ല, മുട്ടയാണെങ്കിൽ അണ്ട. ഓക്കെ, അതുപോലെ തന്നെ ഫിഷ് ആണെങ്കിൽ മച്ചലി, മച്ചലി എന്നാണ് ഫിഷിനെ പറയാ. അങ്ങനെ ഓരോന്ന്, ഇപ്പൊ മെഡിസിൻ ആണെങ്കിൽ ദവായി. ഇതൊക്കെ ഓരോ വാക്കുകളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പല പല സെന്റൻസുകളിലൂടെ ഇതെല്ലാം കയറി വന്നോളൂ. ഓക്കെ, ശരി. ആദ്യ വ്യക്തോടി സബ്ജി ലേക്കർ ആനാ ഹെ. അപ്പൊ ആള് ടീക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ആ വ്യക്തി തിരിച്ചു വരുമ്പോ നമ്മൾ എന്താ ചോദിക്കുക? ആദ്യം തന്നെ ചോദിക്കുക അല്ലെ, ഞാൻ പറഞ്ഞത് വാങ്ങിയോ, ഞാൻ പറഞ്ഞത് വാങ്ങിയോ. ഇവിടെ ഈ ഞാൻ പറഞ്ഞത് എന്ന് പറയാനായിട്ട് ഒരൊറ്റ വേർഡ് ഉണ്ട്, ജോ. മനസ്സിലാവുന്നുണ്ടോ? ഈ ജോയെല്ലാം നമ്മൾ മെമ്പേഴ്സ് ഓൺലി സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 1-2 ക്ലാസ്സുകളായിട്ട് ഈ ജോ മാത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ് ജോ? ജോ മേനെ കഹാത്ത. ഓക്കെ, എന്താണോ ഞാൻ പറഞ്ഞിരുന്നത് ആ കാര്യം, അതല്ലാണ്ട് ഞാൻ പറഞ്ഞ പച്ചക്കറി വാങ്ങാൻ പറഞ്ഞിരുന്നത് വാങ്ങിയോ അങ്ങനെ ചോദിക്കുന്നില്ല. ഓക്കെ, ജോ മേനെ കഹാത്ത വോ ലായേക്കാ, അത് വാങ്ങിയോ എന്ന് ചോദിക്കുന്ന. ഞാൻ പറഞ്ഞിരുന്നത് വാങ്ങിയോ, എന്താണ് പറഞ്ഞിരുന്നത്, ആ സാധനം എന്താണോ അത്. ഓക്കെ, ജോ മേനെ കഹാത്ത വോ ലായേക്കാ, ഞാൻ പറഞ്ഞിരുന്നത് വാങ്ങിയോ. അപ്പൊ ആ വ്യക്തി പറയാ, അയ്യോ ഞാൻ മറന്നുപോയി, ഞാൻ മറന്നുപോയി. ഇവിടെ മറന്നു പോവുക അല്ലെ, മറന്നു പോവുക എന്ന് പറയുന്നത് ഭൂൽന. ഓക്കെ, അതാണ് ആ വേർഡ് കേട്ടോ, ഭൂൽന. അപ്പൊ അതിന്റെ പാസ്റ്റ് ആണ് മറന്നുപോയി, ഭൂൽ ഗയ. പാസ്റ്റ് ആണ് ഭൂൽ ഗയ കേട്ടോ. അപ്പൊ മേ ഭൂൽ ഗയ, മേ ഭൂൽ ഗയ, ഞാൻ മറന്നുപോയി. കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, നമ്മൾ പറയില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം അല്ലെ. അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് തോടി ദേർക്കേ ബാദ്, തോടി ദേർക്കേ ബാദ് ജാവുക, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, തോടി ദേർക്കേ ബാദ് ജാവുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളൊരു കാര്യം പറയും, എന്താണ്, എപ്പോഴും ഇങ്ങനെയാ അല്ലെ, എപ്പോഴും ഇങ്ങനെയാ. എങ്ങനെയാ പറയാ? ഹമേശ. ഹമേശ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. ഓക്കെ, ഹമേശ ഐസാ ഹി ഹെ, ഹമേശ ഐസാ ഹി ഹെ, എപ്പോഴും ഇങ്ങനെയാണ്. ഇങ്ങനെ എന്ന് പറയാൻ ഏസ, അങ്ങനെ എന്ന് പറയാൻ വേസ. ക്ലിയർ ആയോ? ഏസ വേസ. ഏസ ഹമേശ ഐസാ ഹി ഹെ, ഹമേശ ഐസാ ഹി ഹെ, എപ്പോഴും നിങ്ങൾ ഇങ്ങനെയാ എന്ന് പറയത്തില്ലേ. അത്രേ ഉള്ളൂ, അവിടെ തീർന്നു, ആ പരിഭവം അവിടെ തീർന്നു. എന്നിട്ട് പറയാണ്, ചായ എടുക്കട്ടെ, ചായ എടുക്കട്ടെ എന്ന് നമ്മൾ ചോദിക്കും അല്ലെ. എങ്ങനെയാണ്? ചായ ലേലു, ചായ ലേലു എന്ന് ചോദിച്ചാൽ മതി, വളരെ സിമ്പിൾ ആയിട്ട്. ചായ ലേലു, ചായ എടുക്കട്ടെ. അപ്പൊ ആള് പറയാ, ഇപ്പൊ വേണ്ട, അഭിനയി, ഞാൻ കുളിച്ചിട്ട് വരാം. ഇപ്പൊ വേണ്ട, ഞാൻ കുളിച്ചിട്ട് വരാം. അഭിനയി മേ നഹാക്കർ ആത്താവും, അഭിനയി മേ നഹാക്കർ ആത്താവും. ഇവിടെ നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക. അപ്പൊ അവിടെ കർ, നഹാക്കർ എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട്. അവിടെ കുളിച്ചിട്ട്, പോയിട്ട്, വന്നിട്ട് എന്നൊക്കെ പറയാനായിട്ട് ഈ ഒരു ഗ്രാമറാണ് കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഈ വെർബിന്റെ കൂടെ കർ പ്രയോഗമാണ്.
ഓക്കെ. ഇപ്പൊ നഹാനയുടെ ആ നാ കട്ട് ചെയ്തിട്ട് നഹ കർ, കുളിച്ചിട്ട്. ആന എന്ന് പറഞ്ഞാൽ വരിക അല്ലെ. അപ്പൊ ആനയുടെ നാ കട്ട് ചെയ്തിട്ട് അക്കർ എന്ന് പറഞ്ഞ വന്നിട്ട്. ജാന പോയിട്ട് അല്ല, സോറി, ജാന എന്ന് പറഞ്ഞ പോവുക. ജാനയുടെ നാ കട്ട് ചെയ്തിട്ട് കറു പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കർ, പോയിട്ട്. ഇതൊക്കെ ഈ രൂപങ്ങൾ പഠിക്കാനുള്ള സിമ്പിൾ മാർഗങ്ങളാട്ടോ. ഇതൊക്കെ ഞാൻ തന്നെയായിട്ട് പറയുന്നതാണ്. നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഓരോ ദിവസവും ഞാൻ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ കർ രൂപം, അതുപോലെ നം നം പ്രയോഗം, അതുപോലെ നേയുടെ പ്രയോഗം, ജോയുടെ പ്രയോഗം, ഇങ്ങനെ തബ്, തക്ക്, കപ്തക്ക്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് പുതിയ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഈ മെമ്പേഴ്സ് ഓൺലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചാനലിൽ ഒരു ഓർഡർ ആയിട്ടുള്ള ക്ലാസ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. 1, 2, 3 ഒരു 30 ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും കണക്ട് ചെയ്ത് അതിലേക്ക് പോവും. കാരണം സ്ഥിരമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പേരിൽ പെട്ടെന്ന് ഞാൻ അതുമായിട്ട് കണക്ട് ആയി പോകുന്ന കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. മേ നഹാക്കർ ആവുക, ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറയുന്ന. ക്ലിയർ ആയോ? എന്നിട്ട് നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം അല്ലെ. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? ആജ് കേസാത്ത. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ആജ് കാ ദിൻ കേസാത്ത. അപ്പൊ കുഴപ്പമില്ലായിരുന്നു. തീക്ത, തീക്ത, ഓക്കെ ആയിരുന്നു എന്ന് പറയുന്ന. അതല്ലെങ്കിൽ നല്ലതായിരുന്നു, അച്ചാത്ത, അച്ചാത്ത, അത്ര നല്ലതല്ലായിരുന്നു. ഉത്തന അച്ഛ നഹീത്ത, അത്ര നല്ലതൊന്നല്ലായിരുന്നു, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഉത്തന അച്ഛ നഹീത്ത, അല്ലെങ്കിൽ ഉത്തന ടീക് നഹീത്ത എന്ന് പറയാം കേട്ടോ. അത്ര ഓക്കെ അല്ലായിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ചോദിക്കല്ലേ, ഇന്ന് നേരത്തെ പോയി, നാളെ നേരത്തെ പോണോ? നാളെയും നേരത്തെ പോണോ എന്ന് ചോദിക്കുക. കൽബി ജൽദി ജാന അയക്കുക. നാളെയും അവിടെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, നാളെയും കൂടെ എന്നുള്ള അർത്ഥത്തിലാണ് ബി വരുന്നത് കേട്ടോ. അതല്ല നാളെ നേരത്തെ പോണോന്നാണെങ്കിലോ കൽ, അത്ര മതി, അവിടെ ബിയുടെ പ്രയോഗം വരുന്നില്ല. നാളെ നേരത്തെ പോണോ? കൽ ജൽദി ജാന അയക്കുക, അല്ലെങ്കിൽ കൽബി ജൽദി ജാന അയക്കുക. നാളെ നേരത്തെ പോണോ എന്ന് ചോദിക്കുന്ന ചെറിയ ചെറിയ ഡിഫറൻസ്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആള് പറയാണ് വേണ്ട, സമയത്ത് തന്നെ പോയാ മതി, സമയത്ത് തന്നെ പോയാ മതി. നഹി വേണ്ട, സമയ പർ ഹി ജാന ഹെ, സമയ പർ ഹി ജാന ഹെ. ടൈമിന് തന്നെ പോയാ മതി, സമയ പർ ഹി ജാന ഹെ. ക്ലിയർ ആയോ? ഇനി എന്താ, വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞ് ചായക്ക് കുടിച്ച് നമ്മൾ ചോദിക്കും അല്ലെ, ഭക്ഷണത്തിന് എന്താ ഉണ്ടാക്കേണ്ടത്? ഭക്ഷണം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇഷ്ടമുള്ളതൊക്കെ തന്നെ ഉണ്ടാക്കുക. എന്നാൽ പോലും ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കണമെങ്കിൽ കേട്ടോ, ഭക്ഷണത്തിന് എന്താണ് ഉണ്ടാക്കേണ്ടത്? ഖാനേമേ ക്യാ ബനാന ഹെ, ഖാനേമേ ക്യാ ബനാന ഹെ. ഭക്ഷണത്തിൽ എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നാണ്. ഓക്കെ. ഇനിയിപ്പോ ഒരു ഓപ്ഷൻ കൊണ്ട് കൊടുക്കുകയാണ്, ചവലിയ റോട്ടി. ചവലിയ റോട്ടി എന്ന് പറഞ്ഞ റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തി എന്തും ആയിക്കോട്ടെ, ചോറാണോ അല്ലെങ്കിൽ റൊട്ടിയോ ചപ്പാത്തിയോ എന്താണോ വേണ്ടത് എന്ന് ചോദിക്കുന്ന. അപ്പൊ ആള് പറയാണ് എന്ത് വേണമെങ്കിലും ഉണ്ടാക്ക്, എന്ത് വേണമെങ്കിലും ഉണ്ടാക്ക്. എങ്ങനെയാണ്? കുച്ച് ബി ബനാവോ, കുച്ച് ബി ബനാവോ. അപ്പൊ നമ്മൾ പറയാട്ടാ, എന്നാ ശരി, റൊട്ടി സബ്ജി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി സബ്ജി ഉണ്ടാക്കാം. ടീക്കെ ടീക്കെ ഫിർ റോട്ടി സബ്ജി ബനായെങ്കിൽ, ടീക്കെ ഫിർ റോട്ടി സബ്ജി ബനായെങ്കിൽ. അല്ലെങ്കിൽ ചോറുണ്ടാക്കാം, ചാവൽ ബനായെങ്കിൽ. ചാവൽ അതിന്റെ കൂടെ എന്താണോ കറി, അത്രേ. ഇവിടെ കറി എന്ന് പറയുന്നതിന് ഹിന്ദിയിൽ പറയുന്നതാട്ട് ഈ സബ്ജി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു വെജിറ്റബിൾ എന്ന് പറയുന്നതും ഈവൻ നമ്മൾ കറി വെക്കുമ്പോൾ ആ കറീനെ സബ്ജി തന്നെ അവർ പറയും. ഓക്കെ. റോട്ടി സബ്ജി അല്ലെങ്കിൽ ചാവൽ ദാൾ എന്നൊക്കെ പറയും കേട്ടോ. ദാൾ എന്ന് പറയുന്നത് പരിപ്പിനെയാണ്. ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഒരുവിധം 25 സെന്റൻസുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. 25 സെന്റൻസ് തന്നെ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. എന്നും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടിയത്? 2 or 3 സെന്റൻസുകളായിരിക്കും. ഇവിടെ പലരും പല രീതിയിലുള്ള ആളുകളല്ലേ കാണുന്നത്. ഇപ്പൊ കുട്ടികൾക്കൊന്നും ഇതിൽ പലതും വേണ്ടി വന്നിട്ടുണ്ടാവില്ല അല്ലെ. പക്ഷെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ സെന്റൻസുകൾ നിങ്ങൾ ഒരു ദിവസം 3 സെന്റൻസുകളെങ്കിലും എടുത്ത് അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. പിന്നെ എന്നും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ 30 days ക്ലാസ് റണ്ണിങ് ആണ്. ഇപ്പൊ അതിൽ പ്രാക്ടീസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആദ്യം മുതൽ 1, 2, 3 ക്ലാസ് പയ്യെ കണ്ടുവരാം കേട്ടോ. കൂടാതെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത്. ഓക്കെ. കഴിയാവുന്നവർ ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.